ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെളിപാട് പുസ്തകത്തിൽ 1:3 പറയുന്നത്, ഇത് കേൾക്കുന്നവർ, വായിക്കുന്നവർ, പാലിക്കുന്നവർ അനുഗ്രഹീതർ. ഇതനുസരിച്ച് നമുക്ക് വെളിപാട് പുസ്തകം 10-ാം അധ്യായം വായിക്കാം. നമുക്ക് വിശുദ്ധ ബൈബിൾ നെഞ്ചോട് ചേർത്ത് ചുംബിക്കാം. മേഘാവൃതവും ശക്തവുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന്റെ ശിരസിന് മീതെ മഴവില്ല്, മുഖം സൂര്യനെ പോലെ, പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ പോലെയും. അവന്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു ഗ്രന്ഥച്ചുരുൾ ഉണ്ടായിരുന്നു. അവൻ വലത്തുകാൽ കടലിലും ഇടത്തുകാൽ കരയിലും ഉറപ്പിച്ചു. ഗർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ 7 ഇടിനാദങ്ങൾ മുഴങ്ങി. ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം പറയുന്നത് കേട്ടു, ആ 7 ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമായിരിക്കട്ടെ, അത് രേഖപ്പെടുത്തരുത്. കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലത്തുകൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ടു, ഇനി കാലവിളംബരം ഉണ്ടാവുകയില്ല. 7-ാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തന്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക, നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി, അതെന്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. വീണ്ടും ഞാൻ കേട്ടു, നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.